കണ്ണൂർ സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെ ഇരുട്ടിൽ നിർത്തി വൈസ് ചാൻസലറുടെ ഏകപക്ഷീയമായ ഭരണമാണ് നടക്കുന്നതെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. വൈസ് ചാൻസലറുടെ ഏകപക്ഷീയ ഭരണം അവസാനിപ്പിച്ച് സർവകലാശാലയുടെ സുപ്രധാന തീരുമാനങ്ങൾ സിൻഡിക്കേറ്റ്, അക്കാദമിക് കൌൺസിൽ എന്നിവയുമായി മുൻകൂട്ടി കൂടിയാലോചിച്ച് മാത്രം നടപ്പിലാക്കണം. ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളും പോലീസ് കേസുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പ്രവീൺ എയുടെ ഡെപ്യൂട്ടേഷൻ നിയമനം അടിയന്തരമായി റദ്ദാക്കണം. സർവകലാശാലയുടെ ഭരണപരമായ സുതാര്യതയും അക്കാദമിക് മികവും വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ്, ഏകാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതലയിലുള്ള ഡോക്ടർ സാജു സാറിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള വിമർശനം, ആ വിമർശനം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. സർവകലാശാലയിലെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് പുതിയ സിൻഡിക്കേറ്റ് പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുതിയ സിൻഡിക്കേറ്റിനെ നോമിനേറ്റ് ചെയ്യും. ഗവർണർ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ലിസ്റ്റ് വരിക. അങ്ങനെ പുതിയ സിൻഡിക്കേറ്റ് വരുന്നത് വരെ നിലവിലുള്ള സിൻഡിക്കേറ്റ് തുടരുക എന്നുള്ളതാണ് കീഴ്വഴക്കം. അതല്ലാതെ മറ്റു ചില സ്ഥാപനങ്ങളെ പോലെ രാജിവെക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം അവിടെ ഇല്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അടുത്ത സിൻഡിക്കേറ്റ് വരും. അപ്പം അത്തരത്തിൽ ഒരു പുതിയ സിൻഡിക്കേറ്റ് വരുന്നത് വരെ നിലവിലുള്ള സിൻഡിക്കേറ്റുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു മര്യാദയും കീഴ്വഴക്കവും. എന്നാൽ അത് പാലിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ചില ഭരണപരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലൊന്ന്, സിൻഡിക്കേറ്റിൻ്റെ സ്റ്റാഫിനെ, അതിൻ്റെ സെക്ഷൻ ഓഫീസറെയും മറ്റ് ജീവനക്കാരെയും സാധാരണ രീതിയിൽ സിൻഡിക്കേറ്റുമായി കൂടിയാലോചിച്ചിട്ടാണ് അതിൻ്റെ ട്രാൻസ്ഫർ നടത്തുക. അത് ഏകപക്ഷീയമായിട്ട് അവിടെ ട്രാൻസ്ഫർ നടന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് താല്പര്യങ്ങൾ, അവിടുത്തെ ഒരു സംഘടനയുടെ അവർ കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെയാണ് ആ രീതിയിൽ അവിടെ നിയമിച്ചത്. അപ്പോൾ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം നടന്നപ്പോൾ ആ മാറ്റം തിരുത്തണം എന്ന് സിൻഡിക്കേറ്റ് ഭൂരിപക്ഷ തീരുമാനപ്രകാരം തീരുമാനിക്കുകയും വൈസ് ചാൻസലർ അതിൽ ഡിസെൻ്റ് രേഖപ്പെടുത്തി. പക്ഷേ ആ മിനിറ്റ്സ് വൈസ് ചാൻസലർ അംഗീകരിക്കണം, കാരണം ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും എടുത്തൊരു തീരുമാനമാണ്. പക്ഷെ അത് മിനിറ്റ്സ് ഒപ്പിട്ടെങ്കിലും തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ ട്രാൻസ്ഫർ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി BC തയ്യാറായിട്ടില്ല. അപ്പോൾ വളരെ ബോധപൂർവമായിട്ട് ഒരു ഭരണസ്തംഭനം ഇപ്പോൾ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുകയാണ്. സാധാരണ രീതിയിൽ സിൻഡിക്കേറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ അഡ്മിഷൻ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും തന്നെ ഇപ്പോൾ വിളിച്ചു ചേർക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് പുതിയ പ്രോഗ്രാമുകൾ അനുവദിച്ചിരുന്നു. വിവിധ എയ്ഡഡ് അതുപോലെ സർക്കാർ കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വേണം, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നുള്ളത് സർവകലാശാല നിശ്ചയിക്കുന്ന ഇൻസ്പെക്ഷൻ ടീം അവർ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആ കോഴ്സുകൾ ബന്ധപ്പെട്ട കോളേജുകൾക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടിയാൽ. അപ്പോൾ അത് ബോധപൂർവമായി വൈകിക്കുന്ന ഒരു സമീപനമാണ് BCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ന് മാത്രമല്ല, ഈ ഇൻസ്പെക്ഷൻ ടീമിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഉണ്ടാവാറുള്ളത്. ആദ്യത്തെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് സിൻഡിക്കേറ്റ് 2 ഘട്ടമായിട്ട് ഇൻസ്പെക്ഷൻ നടക്കും. ആദ്യത്തെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും. ഈ ഭരണമാറ്റം വന്നതോടുകൂടി സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ മാത്രമാണ് ആ ടീമിനകത്തുള്ളത്. അതുപോലും അത് കഴിഞ്ഞാലും അത് സിൻഡിക്കേറ്റിൻ്റെ മുമ്പിലേക്ക് വരണം, ആ അജണ്ടയായിട്ട് അത് വരണം, അംഗീകരിക്കപ്പെടണമെങ്കിൽ. സിൻഡിക്കേറ്റ് യോഗം പിന്നീട് വിളിച്ചു ചേർക്കാനും BC തയ്യാറാവുന്നില്ല. അതോടൊപ്പം ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ്, നിലവിലുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്, സാധാരണ അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ലിസ്റ്റ് സിൻഡിക്കേറ്റ് തയ്യാറാക്കി BC അംഗീകരിച്ച് ഗവർണർക്ക് അയക്കുകയും ഗവർണർ അംഗീകരിച്ചുകൊണ്ടാണ് ആ ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ്. അത് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ലിസ്റ്റ് ഫൈനലായിട്ട് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അത് വല്ലാത്ത രൂപത്തിൽ വൈകിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണത്തെ തന്നെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും കുത്തിത്തിരകിക്കൊണ്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്.
അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അതിൻ്റെയും നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ പുതിയ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ ഉണ്ട്. FIUGP ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓറിയന്റേഷൻ അത് എല്ലാ കോളേജുകളിലും കൊടുക്കുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കോളേജുകളിലേക്ക് ചെന്നത് FIUGP ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അതിനകത്ത് ഊന്നൽ കൊടുത്തിട്ടുള്ളത് NEP-യുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമായിട്ടാണ് ഈ സർക്കുലറിനകത്ത് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ണൂർ സർവകലാശാല ഇതുവരെ എടുത്തു വന്നിട്ടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കണ്ണൂർ സർവകലാശാലയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഞാൻ വിശ്വസിക്കുന്നത് അവരും ഈ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നയം 2020 ഏപ്രിൽ മാസത്തിൽ പാർലമെന്റിൽ ചർച്ചയൊന്നും കൂടാതെ നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നയം, അതിനെതിരായ ഒരു നിലപാട് തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും എടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ആ NEP-യെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ണൂർ സർവകലാശാല ഇതുവരെ NEP-യെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കമ്മീഷനുകളെ വെച്ച് ആ കമ്മീഷനുകളുടെ തീരുമാനപ്രകാരം എല്ലാ സർവകലാശാലകളിലും വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളാണ് കണ്ണൂർ സർവകലാശാലയും തുടർന്നു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശം NEP-യെ കുറിച്ച് ഉള്ള ഓറിയന്റേഷനാണ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതും വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇതിനകം തന്നെ ചില മാധ്യമങ്ങളിൽ വാർത്തയായി വന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പ്രവീൺ, അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം കായിക വിഭാഗത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചന സിൻഡിക്കേറ്റുമായിട്ട് മാത്രമല്ല മറ്റ് അക്കാഡമിക് സമിതികളുമായിട്ടും യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകളില്ലാതെ അവിടെ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെൻറ്റർ, അതിൻ്റെ ഇപ്പോഴത്തെ പേര് മാളവ്യ മിഷൻ ടീച്ചർ ട്രെയിനിങ് സെൻറ്റർ MMTTC എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴുള്ള പേര്. ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ചുമതല, അതിൻ്റെ ഡയറക്ടറായിട്ട് ഈ പ്രവീൺ എന്ന് പറയുന്ന ആളെ നിയമിച്ചിരിക്കുകയാണ്. അത് 3 വർഷത്തേക്കുള്ള പോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷനാണ് വന്നത്. ആ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുരുതരമായ ചില അലിഗേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അത് അവിടുത്തെ വിദ്യാർത്ഥിനികൾ കൊടുത്തിട്ടുള്ള, ഇപ്പം ഞങ്ങളുടെ കൈവശം അതിൻ്റെ കോപ്പി ഉണ്ട്. വളരെ വിശദമായിട്ട് പോണ്ടിച്ചേരി സർവകലാശാലയിലെ നിലവിലുള്ള വിദ്യാർത്ഥിനികളും അവിടുന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥിനികളും സർവകലാശാലയ്ക്കും സിൻഡിക്കേറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും അയച്ചിട്ടുള്ള പരാതിയാണ്. അതിൽ 2013, 16, 25 ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ഇയാൾക്ക് നേരെ വന്നിട്ടുള്ള പരാതികളും പെൺകുട്ടികൾ കൊടുത്തിട്ടുള്ള സെക്ഷൽ ഹരസ്മെൻറ്റുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാന പത്രങ്ങളിൽ ഡെക്കാൻ ക്രോണിക്കിളിലൊക്കെ ഒപ്പം ഉൾപ്പെടെ വന്നിട്ടുള്ള പ്രസ് കട്ടിങ്സും ഒക്കെ ഉൾപ്പെടെയുള്ളതാണ് കുട്ടികൾ അവിടുന്ന് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വന്ന ഘട്ടത്തിൽ തന്നെ ഈ ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം അവിടുന്ന് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അടുത്ത കാലത്താണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. ഇപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി സമരവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ VC എടുക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഗവർണറെ കാണാൻ പോയപ്പോൾ VC-യുടെ കൂടെ അദ്ദേഹം കൊണ്ടുപോയതും ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന അധ്യാപകനെയാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ ടീച്ചർ ട്രെയിനിങ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിച്ചതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ട അതിനകത്തുണ്ട് എന്നുള്ളത്. N. സുകന്യ, പ്രമോദ് വെള്ളച്ചാൽ, അശോകൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.